മുതലാളിയുടെ അകത്തുണ്ട്. എന്താടാ? ഒളിച്ചോടിപ്പോയ ഭയമി വന്നിട്ടുണ്ടെന്ന്. എവിടെ? അവളുടെ വീട്ടിൽ. എന്തോ അസുഖം കൊണ്ടാ വന്നിരിക്കുന്നത്. ബോധം വിട്ട് കിടക്കുക. നിന്നോട് ആരാ പറഞ്ഞത്? ഞാൻ അവളുടെ വീട്ടിൽ നിന്നാ വരുന്നത്. മുതലാളിയോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. നീ വയ്ക്കോ, ഞാനങ്ങ് വന്നേക്കാം. വേണ്ട വേണ്ട, എണീക്കണ്ട, കിടന്നോളൂ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഞങ്ങളെല്ലാം അങ്ങ് പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അതെ അതെ, ഞാൻ വന്ന് കാണുമ്പോ ആകെ വല്ലാത്തൊരു നിലയിലായിരുന്നു. എല്ലാരും ഒന്ന് വെളിയിലേക്ക് ഇറങ്ങണം. എനിക്ക് ജോണിയോട് അല്പം സംസാരിക്കാനുണ്ട്. തന്നോടും കൂടിയാ പറഞ്ഞത്. ആ കഥ കടച്ചേക്കൂ. എന്താ? പരമോണ്ണം വന്നിരുന്നു. വല്ലത് ഏൽപ്പിച്ചോ? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഭൈമിയും പറയണ്ട. പരമ വന്നിരുന്നു. 1 കോടി രൂപ എന്നെ ഏൽപ്പിച്ചു. എന്റെ പരദേവതേ. ഞാനെല്ലാം അറിഞ്ഞു. ഭൈമി എങ്ങനെ രക്ഷപ്പെട്ടു പോന്നു? ഞാന് വേണ്ട, എല്ലാം വിശദമായി പിന്നെ പറയാം. സായിപ്പിനി ഇങ്ങോട്ട് വരാനൊന്നും പോകുന്നില്ല. അഥവാ വന്നാലും ഞാൻ നോക്കിക്കോളാം. പരമുവിന്റെ കാര്യമാണല്ലോ ഒരു പിടിയും കിട്ടാത്തത്. ഭൈമി അറിഞ്ഞോ? ഉണ്ണിത്താന്റെ മകൾ ഗീതയും കൊണ്ടാവും കടന്നു കളഞ്ഞത്. എവിടെ ചെന്നാലും അവന് ഗതി കിട്ടില്ല. തെണ്ടി. ഇനി രൂപയുടെ വീതം ചോദിക്കാൻ വരുമോ? ആര് കൊടുക്കാൻ? അത് മുഴുവൻ നമുക്ക് സമമായി ഭാഗ്യം. ഭാഗ്യത്തിന് എന്റെ തന്നതിനെ കുറിച്ച് സായിപ്പിന് യാതൊരു അറിവുമില്ല. ഞാൻ പോയിട്ട് വരാം. ഭൈമി ഏതായാലും 2-3 ദിവസത്തേക്ക് വിശ്രമിക്കും. ആരോടും അധികം സംസാരിക്കാൻ വേണ്ട. ഇടയ്ക്ക് ഞാൻ വരാം. ഇതിരിക്കട്ടെ. പിന്നെ പണത്തിന് എന്താവശ്യമുണ്ടായാലും പറയാൻ മടിക്കരുത്. ഞാൻ വരട്ടെ. ഭൈമിയുടെ മുമ്പിൽ ഞാൻ വലിയൊരു കടക്കാരനാ. 50 ലക്ഷം രൂപയുടെ കടക്കാരൻ. ഞാൻ വരട്ടെ. അവിടെ നിന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഇത്രയും നല്ല സാധനം തരുന്നത്. ഞാൻ സാധാരണ ചാരായമാണ് കുടിക്കുന്നത്. ഇന്ന് മുതൽ ഞാൻ അവിടുത്തെ ദാസനാണ്. മെയിൻ റോഡിൽ ഞാൻ പണിയുന്ന ബിൽഡിങ്ങിന്റെ വീടിമുറികൾ സദാരാമൻ കണ്ടിട്ടുണ്ടോ? പിന്നില്ലയോ, ഒരു വൈദ്യശാല തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. ഒരു മുറി എനിക്ക് വാടകയ്ക്ക് തന്നൂടെ? വാടകയ്ക്കല്ല, തന്റെ പേരിൽ ഞാൻ തീരെഴുത്തൻ. ഈ പറയുന്നത് സത്യമാണോ? പിന്നെ ഇത് ഉറക്ക ഗുളികളാണ്. 20 എണ്ണം. 20 മരച്ചു കലക്കി ഇന്ന് രാത്രി തന്നെ ഭൈമിക്ക് കൊടുക്കണം. ഒരിക്കലും ഉണരരുത്. സാധിക്കുമോ തനിക്ക്? നാളെ തന്നെ ആധാരം നടത്താം. അവളത് ഉറക്കുകളുടെ ഫലസിദ്ധി എനിക്ക് നിശ്ചയമില്ല. ചിലപ്പോ 2 ദിവസം കിടന്നുറങ്ങിയിട്ട് ചാടി എണീറ്റ് പോവും. പക്ഷേങ്കിൽ കട്ടായമായി ഫലം ചെയ്യുന്ന ഒരു മരുന്ന് എന്റെ വീട്ടിലിരിപ്പുണ്ട്. അതിൽ ഇച്ചിരി അങ്ങോട്ട് കൊടുത്താൽ ഒരാന പോലും ചരിഞ്ഞു പോകും. അതൊക്കെ സദാരാമന്റെ ഇഷ്ടം. നാളെ നേരം വെളുക്കുമ്പോൾ ഭൈമിക്ക് ജീവനുണ്ടാകരുത്. കേസും പൊല്ലാപ്പൊന്നും ഇല്ലാതെ ഞാൻ നോക്കിക്കോളാം. ബ്രഹ്മാനെയാണോ ആയതിന് പഞ്ഞം? എങ്കിൽ സമയം കളയണം. വീട്ടിൽ ചെന്ന് മരുന്ന് എടുത്തുകൊണ്ട് നേരെ അങ്ങോട്ട് വയ്ക്കും. രാത്രി ഞാൻ അവിടെ എത്തിക്കോളാം. ഇപ്പൊ എങ്ങനെയുണ്ട്? അസുഖം പിന്നെയും കൂടി. അവൾ അകത്ത് ഉരുണ്ട് പറയുകയാണ്. വൈദ്യർ വന്നില്ലേ? വന്നു, അകത്തുണ്ട്. എന്തൊരു കാലക്കേടാണ്. ആ വൈദ്യുതി ഇങ്ങോട്ട് വിളിക്കും.
ആകെ കൊള്ളായി. എന്റെ ജോലി മുതലാളി, എന്റെ മോള്. തനിക്കാകാമെങ്കിൽ ഏറ്റാ മതിയായിരുന്നല്ലോ. സത്യം പറ, ഭൈമിക്ക് എന്താ അസുഖം? ഇനി പട്ടണത്തിൽ ഏതെങ്കിലും നല്ല ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ പറ, ഉടനെ എന്റെ വണ്ടിയിലേക്ക് ഏറ്റ്. ആര് വിചാരിച്ചാലും ഇനി രക്ഷയില്ല. ഹൃദയസ്തംഭനമാണ്. ഏറിയാൽ 5 മിനിറ്റ്. അയ്യോ ഭൈമി, ഭൈമി, എന്റെ ഭൈമി. എന്നാരും പിടിക്കില്ല, ഞാൻ ശരിയാണ്. ജോണി മുതലാളി എന്റെ പുറകിലുള്ളപ്പോ എനിക്ക് എന്തോ പേടി. കാരണം എന്നാ, ജോണി മുതലാളിയാണ് എന്റെ പുറകെ വരുന്നത്. ആര് പറഞ്ഞിട്ടാ ഞാൻ ഭൈമിയേക്ക് വന്നത്? ജോണി മുതലാളി പറഞ്ഞിട്ട്. എന്തിനാണ് മുതലാളി ഭൈമിയെ കൊല്ലാൻ പറഞ്ഞു? അത് മാത്രം മുതലാളി എന്നോട് പറഞ്ഞില്ല. പക്ഷെ സാധാരണ ഇതെല്ലാം മനസ്സിലായി. എന്ന് വെച്ച് ഞാൻ ആരോടും അങ്ങനെ പറയത്തൊന്നുമില്ല. കണ്ട അണ്ടനും അടവോടിനും വേണ്ടി ഒരു ക്രൂരകൃത്യവും ഈ സാധാരണ ചെയ്യില്ല. പക്ഷെ മുതലാളിക്ക് വേണ്ടി എല്ലാം ചെയ്യും. എല്ലാ മുതലാളിക്ക് വേണ്ടി ഞാൻ എത്ര നാൾ വേണമെങ്കിലും മദ്രാസിൽ ഒളിച്ച് താമസിക്കും. തിരിച്ചു വന്നത് വേണം എനിക്ക് എന്റെ കുമരയെ കല്യാണം കഴിക്കണം. മുതലാളി,